ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് ഇംഗ്ലീഷ് ഗ്രാമറാണ്. അല്ലെങ്കിൽ ഗ്രാമർ മാത്രമേ നോക്കുന്നുള്ളൂ, വൊക്കാബുലറി ഇല്ല. ഗ്രാമറിൽ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്ന കഴിഞ്ഞ വർഷം 2025 ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഡിഗ്രിയിലെ 056 ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ഗ്രാമർ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഈ സപ്പോസ് ടു വന്നു കഴിഞ്ഞാൽ അർത്ഥം അതൊരു ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷൻസ് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ സപ്പോസ് ടു വന്നു കഴിഞ്ഞാൽ ആം ഐ അല്ലെങ്കിൽ ആറിൻ്റെ ആണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ആം ഐ അല്ലെങ്കിൽ ആറിൻ്റെ. അപ്പോൾ ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ആറിൻ്റെ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ എന്നായിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റീഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്. ഇന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യണം എന്ന രീതിയിലുണ്ട്. ഇപ്പോൾ റീഫ്രെയിൻ നമുക്ക് തന്നെ പറയത്തുവരെ വരും, റീഫ്രെയിൻ ഫ്രം എന്ന് പറയാൻ തോന്നും. അത് തന്നെയാണ് ചില വാക്കുകൾ വരുമ്പോഴത്തേക്കും ഈ ചില പ്രൊപ്പോസിഷൻസ് മാത്രമേ അതിൻ്റെ കൂടെ പോകത്തുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പോൾ അതാണ് ഈ ഫിക്സഡ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീഫ്രെയിൻ വന്നു കഴിഞ്ഞാൽ കണ്ണും മൂടി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം എന്ന് ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റീഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. ദ സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റീഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് വേർബ്സ് നമുക്ക് നോക്കാം. ഈ ഫ്രം നമുക്ക് ഈ റീഫ്രെയിൻ പോലെ തന്നെ അബ്സ്റ്റെയിനിൽ ഉപയോഗിക്കാം, പ്രൊഹിബിറ്റിൽ ഉപയോഗിക്കാം, പ്രിവെൻറ്റ് ഉപയോഗിക്കാം, പ്രൊട്ടക്റ്റ്. അതായത് അബ്സ്റ്റെയിൻ ഫ്രം, റീഫ്രെയിൻ ഫ്രം, പ്രൊഹിബിറ്റ് ഫ്രം, പ്രിവെൻറ്റ് ഫ്രം, പ്രൊട്ടക്റ്റ് ഫ്രം അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ അബ്സ്റ്റെയിൻ ഫ്രം, റീഫ്രെയിൻ ഫ്രം, പ്രൊഹിബിറ്റ് ഫ്രം, പ്രിവെൻറ്റ് ഫ്രം, പ്രൊട്ടക്റ്റ് ഫ്രം. എക്സാമ്പിൾസ് നോക്കിയേ. അബ്സ്റ്റെയിൻ ഫ്രം ആണെങ്കിൽ ഹി ഡിസൈഡഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോൾ. കാരണം അബ്സ്റ്റെയിൻ വന്ന് എപ്പോഴും എന്ത് ഉപയോഗിക്കുക, ഫ്രം ഉപയോഗിക്കുക. ഹെവി റെയിൻ പ്രിവെൻറ്റഡ് അസ് ഫ്രം ഗോയിങ് ഔട്ട്. പ്രൊഹിബിറ്റ് ആണെങ്കിൽ എന്ത് വരും, ഫ്രം വരും. അപ്പോൾ ദ ലോ പ്രൊഹിബിറ്റ്സ് മൈനേഴ്സ് ഫ്രം സ്മോക്കിംഗ്. റിക്കവർ ഫ്രം, ഷീ ഈസ് റിക്കവറിങ് ഫ്രം എ ലോങ് ഇൽനെസ്. അപ്പോൾ റിക്കവർ വന്നാലും ഫ്രം വരും, സഫർ വന്നാലും ഫ്രം വരും. പ്രൊഹിബിറ്റും പ്രിവെൻറ്റും അബ്സ്റ്റെയിനിലൊക്കെ ആരാ, ഫ്രം ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അറ്റ് വരുന്ന കാര്യങ്ങളുണ്ട്. ഗുഡ് വന്നാൽ അറ്റ് വരും, ബാഡ് വന്നാൽ അറ്റ് വരും, ലാഫ് വന്നാൽ അറ്റ് വരും, അസ്റ്റോണിഷ് അല്ലെങ്കിൽ സർപ്രൈസ്ഡ് വന്നാലും അറ്റ് വരും. അപ്പോൾ ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ലാഫ് അറ്റ്, അസ്റ്റോണിഷ്ഡ് അല്ലെങ്കിൽ സർപ്രൈസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഡോണ്ട് ലാഫ് അറ്റ് അതേഴ്സ് മിസ്റ്റേക്ക്. വി ആർ അസ്റ്റോണിഷ്ഡ് അറ്റ് ഹിസ് സഡൻ സക്സസ്. അപ്പോൾ എന്താണ്, ഗുഡ് വന്നാലോ ബാഡ് വന്നാലോ ലാഫ് വന്നാലോ അസ്റ്റോണിഷ് വന്നാലോ സർപ്രൈസ് വന്നാലോ എന്തുപയോഗിക്കും, അറ്റ് ഉപയോഗിക്കും എന്നുകൂടി ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഓഫ് ഉപയോഗിക്കുന്ന കുറച്ചധികം ഫിക്സഡ് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അക്യൂസ്ഡ് വന്നാൽ ഓഫ് വയ്ക്കും. അക്യൂസ്ഡ് ഓഫ്, അഫ്രെയ്ഡ് ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ബിവെയർ ഓഫ്. അപ്പോൾ അക്യൂസ്ഡ്, അഫ്രൈഡ്, ഫോണ്ട്, പ്രൗഡ്, ബിവെയർ ഇതൊക്കെ വന്നാൽ എന്ത് ഉപയോഗിക്കും, ഓഫ് ഉപയോഗിക്കും. അപ്പോൾ ഓഫ് വെച്ച് ഫോളോ ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണ്, അക്യൂസ്ഡ്, അഫ്രൈഡ്, പ്രൗഡ്, ഫോണ്ട്, ബിവെയർ. ദ മാൻ വാസ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ്. ആർ യു അഫ്രൈഡ് ഓഫ് സ്പൈഡേഴ്സ്? ചിൽഡ്രൻസ് ആർ യൂഷ്വലി ഫോണ്ട് ഓഫ് സ്വീറ്റ്സ്. വി ആർ പ്രൗഡ് ഓഫ് ആർ ഹെറിറ്റേജ്. ബിവെയർ ഓഫ്, നമുക്ക് ബിവെയർ നമ്മളെല്ലാം മറക്കില്ല. ബിവെയർ ഓഫ് ഡോഗ്സ് ഇവിടെ എല്ലാത്തും കാണുന്നത്, നമ്മൾ ബിവെയർ ഓഫ് എന്തായാലും മറക്കൂല. അക്യൂസ്ഡ് ഓഫ് വരാം, അഫ്രൈഡ് ഓഫ് വരാം, ഫോണ്ട് ഓഫ് വരാം, പ്രൗഡ് ഓഫ് വരാം, പിന്നെ ബിവെയർ ഓഫ് ആയിരിക്കും. ഈ ടൂവിനോട് വരുന്ന വാക്കുകളാണ് അഡിക്റ്റഡ് ടു, ബിലോങ് ടു, ജൂനിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ, സുപ്പീരിയർ ടു എന്ന് വരും. പ്രിഫർ ടു, അക്കസ്റ്റം ടു. അപ്പോൾ എന്താണ് അങ്ങനെ വായിക്കുന്നത്, അക്കസ്റ്റം ടു, അക്കസ്റ്റം ടു. ഓക്കെ, അപ്പോൾ അഡിക്റ്റഡ് ടു, ബിലോങ് ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, പ്രിഫർ ടു, അക്കസ്റ്റം ടു എന്നുകൂടി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ ചില സമയത്ത് ചില വാക്കുകൾക്ക് പ്രൊപ്പോസിഷൻ മാറി വരാം. അതിന് ഫിക്സഡ് പ്രൊപ്പോസിഷൻ തന്നെ വരണം എന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ആംഗ്രി എടുക്കും. നമ്മൾ ഇപ്പോൾ എനിക്ക് ഒരാളുമായിട്ടാണ് ആംഗ്രി ആണെങ്കിൽ ആംഗ്രി വിത്ത് ഉപയോഗിക്കും. എനിക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആംഗ്രി അറ്റ് ഉപയോഗിക്കും. ഫോർ ഐ ആം ആംഗ്രി വിത്ത് മൈ ബ്രദറും ഹീ വാസ് ആംഗ്രി അറ്റ് ദി ഡിലേയും. അപ്പോൾ ഒരാൾ വന്നാൽ വിത്ത് ആയിരിക്കും ഉപയോഗിക്കുക, ആൾക്കാർക്ക് വിത്തും. ഇപ്പോൾ എന്തായിരിക്കും, സിറ്റുവേഷൻ ആണെങ്കിൽ അറ്റായിരിക്കും ആംഗ്രി. ആംഗ്രി വിത്ത് ഫോർ ആളും, ആംഗ്രി അറ്റ് ഫോർ എന്തെങ്കിലും സംതിങ് ആയിരിക്കും, ലൈക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് എഗ്രി. ഒരാളാണെങ്കിൽ എഗ്രി വിത്തും, ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണെങ്കിൽ എഗ്രി ടു ആണ്, എഗ്രി ടു ആണ്. അപ്പോൾ എഗ്രി വിത്ത് ഫോർ എ പേഴ്സൺ, എഗ്രി ടു ഫോർ എ പ്രൊപ്പോസൽ. അതേപോലെ ഡീൽ വിത്ത് ഫോർ എ പേഴ്സൺ, ഡീൽ ഇൻ ഫോർ എ ബിസിനസ് ഓർ എ ട്രേഡ്. അപ്പോൾ ഓർക്കണം, എഗ്രി
വിത്ത്, അതുപോലെ തന്നെ ഡീൽ വിത്ത്, അതുപോലെ ആംഗ്രി വിത്ത്, അതൊക്കെ ഫോർ എ പേഴ്സൺ ആയിരിക്കും. ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആംഗ്രി അറ്റ് ഉപയോഗിക്കുന്നുണ്ടാം, ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എഗ്രി ടു ഉപയോഗിക്കുന്നുണ്ടാം, ഡീൽ ഇൻ ആണ് ബിസിനസ്സിൽ ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചു. ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഒബ്ലിഗേഷൻസോ എക്സ്പെക്ടേഷൻസ് ഫോർ സപ്പോസ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ ആം ഐ അല്ലെങ്കിൽ ആറിൻ്റെ ഉപയോഗിക്കണം എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ആയിട്ട് നമ്മൾ ഒരു എന്തായിരിക്കും, ഫ്രം ആണെങ്കിൽ എന്താണ്, അബ്സ്റ്റെയിൻ ഫ്രം, പ്രിവെൻറ്റ്, പ്രൊഹിബിറ്റ്, റിക്കവർ, സഫർ ഫ്രം, അതൊക്കെയൊക്കെ ഉപയോഗിക്കുക. അറ്റ് ആണെങ്കിൽ ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ലാഫ് അറ്റ്, അസ്റ്റോണിഷ് അറ്റ്, സർപ്രൈസ് അറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഓഫ് ആണെങ്കിൽ അക്യൂസ്ഡ് ഓഫ്, അഫ്രൈഡ് ഓഫ്, ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്, ബിവെയർ ഓഫ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അഡിക്റ്റ് ടു ആണെങ്കിൽ അഡിക്റ്റഡ് ടു, അല്ലെങ്കിൽ ബിലോങ് ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, പ്രിഫർ ടു, അക്കസ്റ്റം ടു, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് a few workers participated in this strike. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവസാനം വരേണ്ടത് ഒരു ഓക്സിലറി വേർബ് നമുക്ക് അവിടെ വരണം. പക്ഷേ ഇവിടെ ആണെങ്കിൽ സെൻറ്റൻസിൽ എന്തില്ല, ഓക്സിലറി വേർബ് ഇല്ല. a few workers participated in this strike. അപ്പോൾ ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ നമുക്ക് ആ വെർബ് നോക്കിയിട്ട്, ആ വെർബ് ഏത് ടെൻസാണ് നോക്കിയിട്ട്, പ്രസൻറ്റ് ആണെങ്കിൽ ഡു ഓർ ഡസ് ആയിരിക്കും, പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് ആയിരിക്കും. അപ്പോൾ പാർട്ടിസിപ്പേറ്റഡ് ഒരു പാസ്റ്റ് ആയത് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡിഡ് എന്ന് ഉപയോഗിക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഒരു മെയിൻ പോയിന്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. a few workers participated in the strike. അപ്പം a few എന്ന് പറയുന്നത് പോസിറ്റീവാണ് നെഗറ്റീവാണ്. a few വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവും, ഫ്യൂ ആണെങ്കിൽ നെഗറ്റീവ് മാറിപ്പോയത്. a few വന്ന പോസിറ്റീവും, ഫ്യൂ ആണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ a few പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കണം, നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കണം. അപ്പോൾ ഡിഡിൻറ്റ് എന്ന് വരുന്നുണ്ടാവും. ഇനി നമുക്ക് ഒരു വെർബ്, നമുക്കൊരു ഒരു സബ്ജക്റ്റ് വേണം. അപ്പോൾ എന്തായിരിക്കും, a few വർക്കേഴ്സ്. അപ്പോൾ എന്താണ്, അത് പ്ലൂറലാണ്. അപ്പോൾ എന്ത് വരും, ദേ എന്ന് വരും. അപ്പോൾ ഡിഡിൻറ്റ് ദേ എന്നായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ, ഇനി അതിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട പോയിന്റ്, a few ഒരു പോസിറ്റീവ് ആയിരിക്കും, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് എന്ത് വരും, നെഗറ്റീവ് ടാഗ്, നോട്ട് വെച്ച് നെഗറ്റീവ് ടാഗ് വരും. ഫ്യൂ ആണെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് എന്ത് വരും, പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ ലിറ്റിൽ വരുമ്പം ലിറ്റിൽ വന്നാൽ അത് പോസിറ്റീവ് ആണെന്നും, ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണെന്ന സെൻറ്റൻസ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നോക്കേണ്ട വേറൊരു സാധനം, ചില വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാക്കുകളാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബാർലി, റയർലി, സെൽഡം, നെവർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വാക്കുകളായിരിക്കും, അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് വാക്കുകളാണ്. അപ്പം നമുക്ക് ടാഗിൽ എന്ത് വരണം, പോസിറ്റീവ് ടാഗ് വരണം. ഹി സെൽഡം വിസിറ്റ് ഹിസ് പാരൻസ്. അപ്പോൾ നോക്കുമ്പോൾ സെൽഡം എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ ടാഗിൽ എന്ത് വരും, പോസിറ്റീവായിട്ട് ഡസ് ഹി എന്ന് വരുന്നുണ്ട്. ഡസ് എങ്ങനെ വന്നു, ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് എടുക്കുന്ന സമയത്ത് വിസിറ്റ്സ് പെർസെൻ്റ് ആണ്, എസ് സിംഗുലർ ആയതുകൊണ്ട് എസ് ആണ്. അപ്പോൾ ഡസ് എന്ന് വരും. അപ്പോൾ ഡസ് ഹി എന്ന് വരുന്നുണ്ട്. ഷി ഹാർഡ്ലി സ്പീക്സ് ഇംഗ്ലീഷ്. അപ്പോൾ സ്പീക്സ് ആയതുകൊണ്ട് ഡസ് ആയിരിക്കും. ഹാർഡ്ലി നെഗറ്റീവ് ആയതുകൊണ്ട് അത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആയിരിക്കും, ഷീ വരും. അപ്പോൾ ഡസ് ഷീ എന്ന് വരുന്നുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേർ ഈസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് സ്പീച്ചിന് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം വേണ്ട എന്താണ്, റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ നോക്കണം. രണ്ടാമത് എന്ത് നോക്കണം, കണക്ടർ നമ്മൾ നോക്കണം. മൂന്നാമത് എന്താണ്, ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കണം. നാലാമത് നമ്മൾ എന്ത് ചെയ്യണം, ആ ടെൻസ് ഓക്കെയാണ് നോക്കണം. അപ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റ് സ്പീച്ചിനും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട് തരുമ്പോഴത്തേക്ക് ആദ്യം നോക്കേണ്ട റിപ്പോർട്ടിംഗ് വെർബ് നോക്കണം, കണക്ടറിനെ പറ്റി നോക്കണം, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കണം, അതിൻ്റെ ടെൻസ് നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് എന്തായിരിക്കും, ആസ്ഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നമുക്ക് സെഡ് ആരായിട്ട് മാറ്റണം, ആസ്ഡ് ആയിട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ എഴുതാം, ദി യങ് മാൻ ആസ്ഡ് എന്ന് വരുന്നുണ്ട്. അടുത്തത് കണക്ടർ. നമുക്കറിയാം കണക്ടർ നമ്മൾ എപ്പോഴും സെഡ് വരുമ്പോൾ ദാറ്റൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, കണക്ടറായിട്ട് ഉപയോഗിക്കാം. കണക്ടർ പുതിയ വാക്കിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ എങ്ങനെ എഴുതാം, ദി യങ് മാൻ ആസ്ഡ് വെയർ. ഇനി അടുത്തത് സെൻറ്റൻസ് നോക്കണം. ഈസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് എന്നാണ് സെൻറ്റൻസ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് പോകുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ എപ്പോഴും എങ്ങനെ ആയിരിക്കണം, സബ്ജക്റ്റ്
സബ്ജക്റ്റ് പ്ലസ് വെർബ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ബസ് സ്റ്റാൻഡ് ആണ്, വെർബാണ് ഈസ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് ഈസ്, ദി ബസ് സ്റ്റാൻഡ് ഈസ് എന്ന് വരുന്നുണ്ടാവും. ദി ബസ് സ്റ്റാൻഡ് ഈസ്. പക്ഷെ ടെൻസ് നോക്കുമ്പോൾ എന്താണ് നമുക്കറിയാം, പാസ്റ്റ് ടെൻസിലോട്ട് പോകണം. അപ്പോൾ ഈസ് ആരായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് എഴുതാം? ദി യങ് മാൻ ആസ്ക്ഡ് വെയർ ദി ബസ് സ്റ്റാൻഡ് വാസ്. വന്ന് മനസ്സിലായാലോ? ആദ്യം നമ്മൾ കണക്ടർ നോക്കണം, നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് നോക്കണം. അത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ് ആയിട്ട് മാറ്റണം. പിന്നെ കണക്റ്റിംഗ് വെർബ് നോക്കണം. ഇവിടെ നമുക്ക് വേറെ ഉള്ളത് കൊണ്ട് WH ക്വസ്റ്റ്യൻസ് വേറെ തന്നെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? കണക്റ്റിംഗ് വെർബായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് എപ്പോഴും സബ്ജക്റ്റ്, നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കണം. എപ്പോഴും സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം വെർബ് വരാം. ഇവിടെ സബ്ജക്റ്റ് ആരാ? ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വേണം ആര് വരാൻ? വെർബായിട്ടുള്ള ഈസ് വരാൻ. ഇനിയിപ്പോൾ നമുക്ക് എന്തോ ടെൻസ് നോക്കണം. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവോ? ഇല്ല, പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. അപ്പോൾ ഈസ് ആരായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരും? ദി യങ് മാൻ ആസ്ക്ഡ് വെയർ ദി ബസ് സ്റ്റാൻഡ് വാസ് എന്ന് വരുന്നുണ്ടാകും. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്തത് ദി സിംഗർ പെർഫോം ഡാഷ്. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആഡ്വേർബ് വരുന്ന സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആഡ്വേർബ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ MPT റൂൾ ഉപയോഗിക്കണം. ആ ആഡ്വേർബിൽ ആദ്യം വരുന്ന മാനറുള്ള ആഡ്വേർബ് ആദ്യം ഉപയോഗിക്കണം. പിന്നെ എന്ത് ചെയ്യണം? പ്ലേസ് വരുന്ന ആഡ്വേർബ് പിന്നെ ഉപയോഗിക്കണം. പിന്നെ ടൈം വരുന്ന ആഡ്വേർബ്. അപ്പോൾ ഇവിടെ മാനർ എന്താണ്? അറ്റ് കൺസേർട്ട്. നമുക്കറിയാം കോൺസേർട്ട് എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. സോ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കേണ്ട വാക്കാണ്. ഫോർ 2 hours അതൊരു ടൈമാണ്. അപ്പോൾ ലാസ്റ്റ് ഉപയോഗിക്കണം. മെലോഡിയസ്ലി ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വെർബ് എന്ന് പറയുന്നത്, മീൻസ് മാനർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ആദ്യം മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. MPT റൂൾ എന്ന് ഓർക്കുക. അപ്പോൾ ആദ്യം എന്താണ്? ദ സിംഗർ പെർഫോം മെലോഡിയസ്ലി അറ്റ് ദി കോൺസേർട്ട് ഫോർ 2 hours എന്നായിരിക്കും വരുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരുപാട് ആഡ്വേർബ് വന്നു കഴിഞ്ഞാൽ MPT റൂൾ ആയിട്ടുള്ള മാനർ, അഡ്വേർബ് ഓഫ് മാനർ, പിന്നെ ആഡ്വേർബ് ഓഫ് പ്ലേസ്, പിന്നെ ആഡ്വേർബ് ഓഫ് ടൈം ഉപയോഗിക്കണം എന്നുകൂടി ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, I expressed a strong desire to learn dash kayaking dash canoeing ആണോ to know the difference. പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്സ് വരാം കേട്ടോ, സോറി. അപ്പോൾ അതിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കൺജങ്ഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ കൺജങ്ഷൻസിൻ്റെയും ഉപയോഗം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഇതിൽ ഈ ബോത്തും ആൻഡും വന്ന് രണ്ടും വേണമെങ്കിൽ, ഒരു സെൻറ്റൻസ് വരുമ്പോൾ ആദ്യം വായിച്ചു നോക്കി അർത്ഥം മനസ്സിലാക്കാൻ, രണ്ടും വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കുക? ബോത്തും ആൻഡും ഉപയോഗിക്കുക. ഏതെങ്കിലും ഒന്ന് മതിയെന്നുണ്ടെങ്കിൽ ഐദറോ അല്ലെങ്കിൽ ഓർ ഉപയോഗിക്കാം. രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നൈദറോ നോറും ഉപയോഗിക്കാം. രണ്ടും വേണം, പക്ഷെ രണ്ടാമത്തിനാണ് കുറച്ച് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊരു സാധനം കൊടുക്കുക. പിന്നെ നമുക്ക് ടൈം സീക്വൻസ് വന്നു കഴിഞ്ഞാൽ ഹാർഡ്ലി വെൻ അല്ലെങ്കിൽ സ്കാസ്ലി വെൻ, നോ സൂണർ ദാൻ, അങ്ങനത്തെ ടൈം സീക്വൻസ് വന്നാൽ ഇതൊക്കെയാണ് കൺജങ്ഷൻസ് ഉപയോഗിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ അവിടെ I express my strong desire to learn dash kayaking dash canoeing to know the difference. ഇവിടെ കയാക്കിങ്ങും വേണം കനോയിങ്ങും വേണം. അപ്പോൾ രണ്ടും വേണമെങ്കിൽ എന്താണ്? ബോത്ത് ആൻഡ് വരും. അപ്പോൾ എങ്ങനെ വരും സെൻറ്റൻസ്? I express my strong desire to learn both kayaking and canoeing to know the difference. അടുത്ത ക്വസ്റ്റ്യൻ, there are no less than 50 packets of noodles in the carton. അപ്പം നമ്മൾ സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്താണ്? ആ ഒരു കാർട്ടൺ, അതായത് ബോക്സിൻ്റെ അകത്ത് 50 പാക്കറ്റ് കുറയാത്ത നൂഡിൽസ് ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇത് ഏത് ടൈപ്പ്, മീൻസ് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇത്? ബേസിക്കലി അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും അറിഞ്ഞിരിക്കുക. ഓർക്കേണ്ട കാര്യം നമുക്കറിയാം, പാക്കറ്റ്സ് ഓഫ് 50 പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് എണ്ണാൻ പറ്റുന്നതൊക്കെ ഫ്യൂ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. എണ്ണാൻ പറ്റാത്തതായിട്ടുള്ള അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ഉപയോഗിക്കും? ലെസ് ഉപയോഗിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ വാട്ടർ, ഷുഗർ, ഹോണസ്റ്റ്ലി, മണി, കൺസെപ്റ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ലെസ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. വാട്ടർ, ഷുഗർ, ഹോണസ്റ്റ്, മണി, അങ്ങനെ എണ്ണാൻ പറ്റാത്തതൊക്കെ എന്തായിരിക്കും? ലെസ് ഉപയോഗിക്കണം. എണ്ണാൻ പറ്റുന്ന കൗണ്ടബിൾ നൗൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് പാക്കറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്യൂ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലോട്ട് വരുമ്പോൾ എന്താ? ഇവിടെ നമുക്കറിയാം ലെസ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂ ഉള്ള ഓപ്ഷൻ നമുക്കറിയാം. ഇത് എണ്ണാൻ പറ്റുന്നതായതുകൊണ്ട് ഫ്യൂ ആയിരിക്കും. ബി ആണോ സി ആണോ നോക്കുക. ഇനി അടുത്തത് ദാൻ.
ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദാൻ എപ്പോഴും എന്തിനാണ് ഉപയോഗിക്കുക? ഒരു കമ്പാരിറ്റീവ് സെൻറ്റൻസ് ആക്കി ഉപയോഗിക്കുന്നുണ്ടാവുക. ലിറ്റിലും ഫ്യൂ ഒരു പോസിറ്റീവ് ആയിരിക്കും. ഈ ലിറ്റിലിൻ്റെയും ഫ്യൂവിൻ്റെയും കമ്പാരിറ്റീവ് ആണ് ലെസ്സും ഫ്യൂവർ എന്ന് പറയുന്നത്. സൂപ്പർലേറ്റീവ് ആണ് ലീസ്റ്റും ഫ്യൂവസ്റ്റ്. അപ്പോൾ ഫ്യൂ വന്നാൽ ദാൻ ഉപയോഗിക്കോ? ഇല്ല. ഫ്യൂവർ വന്നാൽ എന്ത് ഉപയോഗിക്കൂ? ദാൻ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റാം ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ട്? എണ്ണാൻ പറ്റുന്നതായതുകൊണ്ട് ഫ്യൂ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുന്നത്. ഇതൊരു കമ്പാരിറ്റീവ് ആയതുകൊണ്ട് ഫ്യൂ ദാൻ ഉപയോഗിക്കില്ല, ഫ്യൂവർ ദാൻ ഉപയോഗിക്കത്തുള്ളൂ. സോ ഓപ്ഷൻ എന്തായിരിക്കും? ബി ആയിട്ട് വരുന്നുണ്ട്. സോ കമ്പാരിറ്റീവും അതോടൊപ്പം തന്നെ ഇവിടെ എന്തും വന്നു, കൗണ്ടബിളും അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഫ്യൂവിൻ്റെയും ലെസ്സിൻ്റെയും വന്നു. നമ്മൾ നേരത്തെ പഠിച്ചു. എ ഫ്യൂ ആണെങ്കിൽ എന്താണ്? പോസിറ്റീവും, ഫ്യൂ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചു. എ ലെസ് ആണെങ്കിൽ പോസിറ്റീവും, ലെസ് ആണെങ്കിൽ നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചു. അതിൽ ലെസ് ആണെങ്കിൽ അൺകൗണ്ടബിളും, ഫ്യൂ ആണെങ്കിൽ കൗണ്ടബിളും ആണെന്ന കാര്യം കൂടെ നമ്മളിവിടെ പഠിച്ചു. ദാൻ വരുന്നത് ഫ്യൂവറിനാണെന്നും കൂടെ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിത്താർ ഫോർ 2 years. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ടെൻസ് ആണ് ഉപയോഗിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ടെൻസ് നമുക്ക് എന്ത് ചെയ്യുക? സിറ്റുവേഷൻ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇയർ, ഇനി വരുന്ന വർഷം. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഏതോ ടെൻസാണ്. ഐ ഡാഷ് ഗിത്താർ ഫോർ 20 years. കഴിഞ്ഞ 20 വർഷമായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗിത്താർ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറയണം? ഫ്യൂച്ചറിലെ കാര്യമുണ്ട്, പാസ്റ്റിലെ കാര്യമുണ്ട്, പിന്നെ എന്താണ്? ഇപ്പോഴും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫോർ ദി പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഏതാ ഓപ്ഷനിൽ വരുന്നുണ്ടാവുന്ന? ബി ആയിരിക്കും. വിൽ ഹാവ് ബീൻ പ്ലേയിങ് ആയിരിക്കും വരുന്നുണ്ട്. പ്ലേഡ് വരൂല, ബിക്കോസ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. ഫ്യൂച്ചർ ഉള്ളതുകൊണ്ട് വില്ലായിരിക്കും വരുന്നുണ്ടാവുന്നത്. ആൻഡ് ഹാവ് ബീൻ പ്ലേയിങ് ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കും? വിൽ ഹാവ് ബീൻ പ്ലേയിങ്. ഫ്യൂച്ചർ ആണെങ്കിൽ എങ്ങനെ വരുന്നുണ്ടാവും? സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ഓർ ഷാൽ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വന്നാൽ എന്ത് വരും? വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ ആയിരിക്കും വിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വിൽ ഹാവ് ബീൻ പ്ലസ് വി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ? പാസീവ് വോയിസിലോട്ടാക്കാനാണ്. ഇൻഡയറക്റ്റും പാസീവും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാസീവ് നമുക്ക് 5 കാര്യങ്ങൾ നോക്കണം. ഒന്നാമത്തെ കാര്യം, മെയിൻ സ്റ്റെപ്പ് ഓഫ് പാസീവ് വോയിസ്, സബ്ജക്റ്റിനെ എന്താക്കുക? ഒബ്ജക്റ്റ് ആക്കുക. ഒബ്ജക്റ്റിനെ എന്താക്കുക? സബ്ജക്റ്റ് ആക്കുക. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് തന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? അതിന് സ്റ്റേറ്റ്മെൻറ്റിലോട്ടാക്കുക. പിന്നെ നമുക്ക് അവസാനം എന്താക്കാം? നമുക്കതിനെ ഇൻട്രോഗേറ്റിലോട്ട് വീണ്ടും ആക്കാം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആക്കുമ്പോൾ എന്താണ്? ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. സ്റ്റേറ്റ്മെൻറ്റ് ആക്കുമ്പോൾ എന്താണ്? വി ആർ നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. നമുക്ക് ആ നോട്ട് എടുത്ത് കളയാം. വി ആർ ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ എന്ന് വരുന്നുണ്ട്. നമുക്കറിയാം വി ആർ ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ. അപ്പം ലെസൺ ആണ് നമുക്ക് ആ സെൻറ്റൻസിന് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പാസീവ് ആക്കുമ്പോൾ എന്താകും? ഒബ്ജക്റ്റ് ആരായിട്ട് മാറും? സബ്ജക്റ്റ് ആയിട്ട് വരണം. അപ്പം അവസാനം കിടക്കുന്ന ദ ലെസൺ എങ്ങോട്ട് വരും? ആദ്യം വരുന്നുണ്ട്. അപ്പം എങ്ങനെ വരുന്നുണ്ടാവും? ദി ലെസൺ വരുമ്പോൾ അത് സിംഗുലർ ആണ് അല്ലേ? ദ ലെസൺ ഈസ് വരും. ദ ലെസൺ ഈസ് ഗോയിങ് ടു ഫിനിഷ് ടുഡേ. സാധനങ്ങളൊക്കെ വിട്ടേ, നമുക്ക് ആ ഓർഡറിൽ പോവാം. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കി ഇത് ലെസൺ എന്ത് വന്നു? ആദ്യം വന്നു. അപ്പോഴെന്തൊക്കെയോ പ്രശ്നമുണ്ട് അല്ലെ? രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ആരെ നോക്കണം? നമ്മുടെ വെർബിനെ നോക്കണം. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വെർബ് ആരായിട്ട് വന്നു? ദി ലെസൺ ഈസ് എന്ന് വന്നു. വെർബ് ആരായിട്ട് വന്നു? നമുക്ക് എന്തായിരിക്കും? ആഡ് എ ബി വെർബ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ബി ഫോം ഓഫ് ദി വെർബ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് ഈസ് ഉള്ളതുകൊണ്ട് ദ ലെസൺ ഈസ് എന്ന് വന്നു. നെക്സ്റ്റ് ആണ് ഈ ഗോയിങ് ടു. ഈ ഗോയിങ് ടു വന്നതിൽ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? ഈ ഗോയിങ് ടുവിന് നമ്മൾ എപ്പോഴും എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? ഗോയിങ് ടു ബി എന്ന് ആഡ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? ദ ലെസൺ ഗോയിങ് ടു ബി എന്നായിരിക്കും വരിക. പിന്നെ നമുക്കറിയാം പാസീവിൽ എപ്പോഴും നമ്മളുടെ V3 ഫോം ആയിരിക്കും ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ എന്താണ്? ഇറസ്പെക്റ്റീവ് ഓഫ് ദി വെർബ്, നമ്മളെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടെൻസ് നമ്മൾ
എപ്പോഴും ഉപയോഗിക്കുന്ന എന്തെങ്കിലും V3 ആഫ്റ്റീവ്. ഏത് ടെൻസ് ആയിക്കൊണ്ട് പോട്ടെ, എന്ത് ടെൻസ് ആയിക്കൊണ്ട് പോട്ടെ, നമ്മൾ പാസീവിൽ എപ്പോഴും എന്ത് ഉപയോഗിക്കത്തുള്ളൂ? V3 ഫോം ഉപയോഗിക്കില്ല. അപ്പോൾ ഫിനിഷ് എപ്പോഴും എന്തായിരിക്കണം? ഫിനിഷ്ഡ് ആയിരിക്കണം. അതിന് നമുക്കറിയാം എന്തായാലും സിയും ഡിയും വരൂല, എയോ ബിയോ വരൂല, നമുക്കറിയാം. ഇതെപ്പോൾ നമുക്ക് എന്താ ടെൻസ് നമുക്ക് എന്തായാലും വില്ല് നമുക്ക് വരില്ല, നമുക്ക് ഓൾറെഡി ഷുവർ ആണ്. അപ്പോൾ എ ആയിരിക്കും. നമുക്ക് അങ്ങനെ നമുക്ക് ജസ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ എഴുതി പോവാം. നമുക്ക് എന്ത് ഉപയോഗിക്കണം? നമുക്ക് അവിടെ ഒരു ബൈ ഏജൻറ്റ് ഉപയോഗിക്കണം എന്നറിയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോനൗൺ ചേഞ്ച് ആക്കണം എന്നും കൂടി അറിയാം. അപ്പോൾ എന്ത് വരും? നമുക്ക് ആ സെൻറ്റൻസ് വെറുതെ സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതുന്ന സമയത്ത് വി ആർ ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ എന്ന് പറയാം. അപ്പോൾ ദ ലെസൺ ആദ്യം വരുന്നുണ്ടാവും. നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കണം? ബി ഫോം ആയിട്ട് ഈസ് ഉപയോഗിച്ചു. ഗോയിങ് ടു വരുമ്പോൾ ഗോയിങ് ടു ബി എന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുന്ന. ഗോയിങ് ടു ബി എന്ന് ഉപയോഗിക്കണം. പിന്നെ നമുക്ക് എപ്പോഴും നമുക്കറിയാം പാസീവ് ആണെങ്കിൽ എന്ത് ഫോമേ ഉപയോഗിക്കാവൂ? വെർബിൻ്റെ V3 ഉപയോഗിക്കാവൂ. സോ ഫിനിഷ് എന്ന് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ബൈ ഏജൻറ്റ് ആഡ് ചെയ്യണം, ബൈ ഉപയോഗിക്കണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോനൗൺ മാറ്റണം. എന്താക്കി? വി ആരായിട്ട് മാറി? അസ് ആയിട്ട് മാറി. സോ വി ആർ ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? ദ ലെസൺ ഈസ് ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് എന്നായിട്ട് മാറി. നമുക്ക് എന്താ നമ്മളിത് ആദ്യം എന്താ ചെയ്തത്? ഒരു ക്വസ്റ്റ്യൻ വേർഡിനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറി. പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിട്ട് മാറ്റി? പാസീവായിട്ട് മാറ്റി. നമുക്കിനി എന്തോട്ട് ആക്കണം? ആ പാസീവിനെ ക്വസ്റ്റ്യനിലോട്ട് ആക്കണം. അപ്പോൾ എന്തായിട്ട് മാറി? ക്വസ്റ്റ്യൻ ജസ്റ്റ് മാറ്റിയിട്ടാൽ മതി. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ്. സിമ്പിൾ അല്ലേ അത്? അപ്പോൾ ഓർക്കേണ്ട കാര്യം, പാസീവ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇൻട്രോഗേറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ആറ്റുക. ആദ്യം ചെയ്യേണ്ട കാര്യം സബ്ജക്റ്റും ഒബ്ജക്റ്റും കണ്ടുപിടിച്ചിട്ട് ഒബ്ജക്റ്റ് ആരാക്കി മാറ്റുക? സബ്ജക്റ്റ് ആക്കി മാറ്റുക. അവിടെ നമുക്കൊരു ബി ഫോം ഓഫ് ദി വെർബ് നമ്മളവിടെ കൊടുക്കുക. പിന്നെ ഒരു ബൈ ഏജൻറ്റും വേണം. പിന്നെ എന്താണ്? നമുക്ക് അതിൻ്റെ പ്രോനൗൺ നമ്മൾ മാറ്റി കൊടുക്കുകയും വേണം. പിന്നെ എന്തും വേണം? നമുക്ക് ആ വെർബ് എപ്പോഴും ഏത് ഫോമിലായിരിക്കണം? V3 എന്ന് പറയാം. എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്കത് പോകെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും പഠിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസസ്. സെൻറ്റൻസ് നമുക്കൊക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ പ്രശ്നം നമുക്ക് മനസ്സിലാകും. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ട്രൈഡ് അറ്റ് എന്ന് വരില്ല, ട്രൈഡ് ടൂവേ വരത്തുള്ളൂ. അപ്പം ഞാൻ ട്രൈഡ് ടു വന്നാൽ എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ഫോം ഓഫ് ദി വെർബ് ആണ്, V1 ആണ് ഓർത്തിരിക്കുക. പ്ലൂറൽ ഫോം ഉപയോഗിക്കില്ല. പിന്നെ എന്താണ്? നമുക്ക് എപ്പോഴും ടു വന്നാൽ V1 ആണ്, ടു വന്നാൽ V1 ഫോം ഓഫ് ദി വെർബ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായിരിക്കും? ഹിസ് ടീച്ചർ ട്രൈഡ് ടു എന്നേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാം ഓപ്ഷൻ ഏതൊക്കെ വരാം? എയോ ബിയോ സി ആയിരിക്കും. ഡി എന്തായാലും വരില്ല. ഇനി നോക്കേണ്ട കാര്യം അഡ്വൈസിൻ്റെ കാര്യമാണ്. അഡ്വൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ. എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും എന്തിലും ഉപയോഗിക്കുള്ളൂ? സിംഗുലർ ആയിട്ടേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അഡ്വൈസസ് എന്ന് വരില്ല, അഡ്വൈസ് എന്നേ വരത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. ഇനി ഓർക്കേണ്ട കാര്യം, ഈ CE SC ഉപയോഗിക്കുമല്ലോ. ഡിഫറൻസ് എന്ന് പറയുന്നത് CE എന്ന് പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. SC വന്ന വെർബായിട്ട്, ഐ അഡ്വൈസ് യു ടു സ്റ്റഡി, വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് SC ആയിട്ടുള്ള അഡ്വൈസ് ഉപയോഗിക്കേണ്ടത്. CE ആയിട്ടുള്ള അഡ്വൈസ് ഉപയോഗിക്കുന്ന എപ്പോഴും നൗൺ ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏത് വരും? ബി വരുന്നുണ്ടാകും. ഓപ്ഷൻ സി വരുന്നുണ്ടാകും. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിങ് വാല്യുബിൾ അഡ്വൈസ്. അതായത് ട്രൈ ടു വരണം. പിന്നെ അഡ്വൈസിൻ്റെ സ്പെല്ലിംഗ് കൂടി നോക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഗ്രാമറിൻ്റെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ എന്തൊക്കെയാണ് നോക്കാനായിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സപ്പോസ് ടു വന്ന ആമ അല്ലെങ്കിൽ ആറിഞ്ചയാന്ന് ഓർത്തിരിക്കുക. ഫിക്സഡ് പ്രൊപ്പോർഷൻ വന്നാൽ ഈ റീഫ്രെയിൻ, അബ്സ്റ്റെയിൻ, പ്രിവെൻറ്റ്, പ്രൊഹിബിറ്റ്, റിക്കവർ, അതുപോലെ തന്നെ സഫറൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രം ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുന്ന. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ലാഫ് അറ്റ്, അസ്റ്റോണിഷ്ഡ് അറ്റ് അല്ലെങ്കിൽ സർപ്രൈസ് അറ്റ് ആയിരിക്കും ഉപയോഗിക്കാമെന്ന് ഓർത്തിരിക്കുക. ഓഫ് എവിടേക്ക് ഉപയോഗിക്കും? അക്യൂസ്ഡ് വന്നാൽ അക്യൂസ്ഡ്, അഫ്രെയ്ഡ്, ഫോണ്ട്, പ്രൗഡ്, ബിവെയർ ഒക്കെ വന്ന ഓഫ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. പിന്നെ ടു എവിടെയൊക്കെ ഉപയോഗിക്കും? അഡിക്റ്റഡ്, ബിലോങ്, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രിഫർ, അക്കംസ്റ്റൻഡ്, ഇതൊക്കെ വന്ന ടു ആയിരിക്കും ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചില സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ വരണമെന്നുണ്ടാവില്ല. ആംഗ്രി വന്ന ആളാണെങ്കിൽ വിത്ത് ആയിരിക്കും. ആംഗ്രി വിത്ത്, എഗ്രി വിത്ത്, ഡീൽ വിത്ത് എന്ന് വരുന്നുണ്ടാവും. പക്ഷേ സംതിങ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ആംഗ്രി അറ്റായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ ഡീൽ ഇന്നായിരിക്കും ഉപയോഗിക്കുക ബിസിനസ് ആണെങ്കിൽ. പിന്നെ എഗ്രി ടു ആയിരിക്കും ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക.
പിന്നെ നമ്മൾ പഠിച്ചത് അബൌട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ എന്തായിരുന്നു, നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ബി ഫോം ഉണ്ടോ നോക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്രോണൗൺ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എ ഫ്യൂ വന്നാൽ അത് പോസിറ്റീവാണ്, ഫ്യൂ വന്നാൽ നെഗറ്റീവാണ്, എ ലിറ്റിൽ വന്നാൽ പോസിറ്റീവാണ്, ലിറ്റിൽ വന്നാൽ നെഗറ്റീവാണ് എന്നു കാര്യം കൂടി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണ് നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുക, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുക. ഈ ഹാർഡ്ലി, സ്കാർസ്ലി, ബെയർലി, റയർലി, സെൽഡം, നെവർ ഒക്കെ വന്ന നെഗറ്റീവ് വാക്കുകളാണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഇൻഡയറക്റ്റിനെ ഡയറക്റ്റിലോട്ടാക്കുമ്പോൾ നമുക്ക് റിപ്പോർട്ടഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വെർബ് ആദ്യം നോക്കുക. ക്വസ്റ്റൻ ആണെങ്കിൽ ആസ്റ്റ് ആയിരിക്കും നോക്കാനുള്ളത്. പിന്നെ നമുക്കൊരു കണക്റ്റിംഗ് വെർബ് ആണ്. അപ്പോൾ സെഡ് ദാറ്റ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുന്ന. ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇഫോ വെതറോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ WH ക്വസ്റ്റൻ ആണെങ്കിൽ ആ WH ക്വസ്റ്റൻ തന്നെ എന്തായിട്ട് ഉപയോഗിച്ചാൽ മതി, കണക്ടറായിട്ട് ഉപയോഗിച്ചാൽ മതി എന്നുകൂടി ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഇൻഡയറക്റ്റ് നമുക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കണം. എന്താണ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് ആണോ നോക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെർബ് നമുക്ക് എപ്പോഴും ടെൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു മൾട്ടിപ്പിൾ ആഡ്വേർബ് വന്നു കഴിഞ്ഞാൽ MPT റൂൾ, മാനർ, പ്ലേസ് ആൻഡ് ടൈം ആയിട്ടുള്ള ആ ഒരു MPT റൂൾ ഉപയോഗിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കാനായിട്ടുള്ളത് നമ്മൾ കൺജക്ഷൻസ് ഉപയോഗിക്കാൻ രണ്ടും വേണമെങ്കിൽ ബോത്തും ആൻഡ് ഉപയോഗിക്കുക. ഏതെങ്കിലുമൊക്കെ ഒന്ന് മതിയെങ്കിൽ ഐദർ ഓർ ഉപയോഗിക്കുക. ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നൈദർ ഓർ നോർ ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൗണ്ടബിൾ അൺകൗണ്ടബിൾ ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഈ എണ്ണാൻ പറ്റുന്നതൊക്കെ ഫ്യൂ എന്ന് കൊടുക്കുക, എണ്ണാൻ പറ്റാത്തതൊക്കെ ലെസ് എന്ന് കൊടുക്കുക. ഡാൻ ഉപയോഗിക്കുന്ന എപ്പോഴും എന്തിലായിരിക്കും, കമ്പാരിറ്റീവ് ആയിരിക്കും. അപ്പോൾ ലെസ് അല്ലെങ്കിൽ ഫ്യൂവറിനൊക്കെ ആയിരിക്കും നമ്മൾ ഡാൻ ഉപയോഗിക്കുക, ഫ്യൂവിന് ഉപയോഗിക്കില്ല, ഡാൻ ഉപയോഗിക്കില്ല എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ടെൻസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ വിൽ, ഹാവ്, ബീൻ പ്ലസ് ING ആക്കി ഉപയോഗിക്കുക. ആ ഒരു കാര്യം കൂടി നോക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായിരിക്കും, ഒരു സർട്ടൈൻ ടൈം വരെ, അറ്റ് ദിസ് ടൈം ഒരു സർട്ടൈൻ ടൈം വരെ പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെന്ന് ഓർത്തിരിക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്തായിരിക്കും, സ്പെസിഫൈഡ് ടൈം, ഒരു സ്പെസിഫൈഡ് ടൈം വരെയാണെങ്കിൽ അതെന്തായിരിക്കും, അതൊരു ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. മനസ്സിലാക്കി ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പാസീവ് വോയിസ് ആകുമ്പോൾ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് എന്താണ്, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആക്കി മാറ്റണം എന്ന് ഉപയോഗിക്കുക. അവിടെ ഒരു ബി ഫോം ഓഫ് ദി വെർബ് വേണം എന്നുള്ളത് ഉപയോഗിക്കുക. പിന്നെ എന്തോ ഓർത്തിരിക്കുക, എപ്പോഴും ടെൻസ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ വെർബ് എപ്പോഴും V3 ഫോമിലാണെന്ന് ഉപയോഗിക്കുക. പിന്നെ ബൈ ഏജൻറ്റ് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ലോജിക്ക് എപ്പോഴും വേണമെന്നുണ്ടാവില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷനിലും എന്തുണ്ട്, ബൈ ഏജൻറ്റ് വേണം. പിന്നെ നമ്മുടെ പ്രോനൗണ് മാറ്റി കൊടുക്കാനും മറക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എന്ത് പഠിച്ചു, സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ട്രൈഡ് വന്ന 2 ആണ് ഉപയോഗിച്ചു. അഡ്വൈസ് ഒരു കൗണ്ടബിൾ ആയതുകൊണ്ട്, അൺകൗണ്ടബിൾ ആയതുകൊണ്ട് അഡ്വൈസസ് വരില്ല. അതിന് അഡ്വൈസ് സിംഗുലർ ഫോമാറ്റ് മാത്രമേ കാണത്തുള്ളൂ. SC ആണ് വരെയെന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കണം, അതൊരു വെർബായിട്ട് വേണം ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക.